Good morning. So, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ടോപ്പിക്സ് നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ. നമ്മൾ എന്താണ് ഡിഫറെൻറ്റ് ഇലക്ട്രോൺസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഡിഫറൻസ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോൺസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചതിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. സോ ആ ഡൗട്ട്സിൻ്റെയൊക്കെ ഒരു ക്ലാരിഫിക്കേഷനാണ് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒരുപാട് സംശയങ്ങളുണ്ടാകും. അതിനുള്ള ഉത്തരവാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പോൾ നമ്മൾ വിഷയത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ കുറേ പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അയച്ചു തന്ന മോഡ്യൂൾ 1 നോട്ട്സ് മുഴുവനായിട്ട് എഴുതണോ അതോ എടുത്തവർക്ക് എഴുതിയാൽ മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ബെറ്റർ എല്ലാം നിങ്ങളുടെ ഫെയർ നോട്ട്സിൽ, നമ്മൾ കെമിസ്ട്രി ഫെയർ നോട്ടിൽ തന്നെ എല്ലാം മാക്സിമം എല്ലാ മോഡ്യൂൾസിലെ എല്ലാ ടോപ്പിക്സും നിങ്ങൾ എഴുതുക. നമ്മൾ അത്രയും ദെൻ നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ ബാക്കിയുള്ളത് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ബെറ്റർ എല്ലാം എഴുതുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് അത്രയും അത് കഴിഞ്ഞ് വെച്ചാൽ അത്രയും നിങ്ങൾക്ക് വർക്ക് ലോഡ് കമ്മിയാകുമല്ലോ. സോ ബാക്കിയുള്ള ടോപ്പിക്സ് നിങ്ങൾക്കപ്പോൾ ബാക്കിയുള്ള സബ്ജക്റ്റ് നിങ്ങൾക്കപ്പോൾ അതിനനുസരിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ അതും കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഫുൾ ദ ഹോൾ മോഡ്യൂൾ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ട്സ്. അതിൽ കുറച്ച് ടോപ്പിക്സ് പെൻഡിങ് ഉണ്ട്. ആ ടോപ്പിക്സ് പിന്നീട് ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് എഴുതി അയച്ചു തരാം. ഒരു 2-3 ടോപ്പിക്സും കൂടി അതിൽ ബാലൻസ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അതിലുള്ള പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓൾറെഡി ഞാൻ 2 പ്രോബ്ലം നിങ്ങൾ തന്നിട്ടുണ്ടാവും. സോ അതൊന്ന് ഗോ ത്രൂ ചെയ്യുക. അത് നമ്മുടെ അനാലിസ്റ്റിക് ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് തന്നെയാണ്. സോ അതും നമുക്ക് പിന്നീട് സമയം കിട്ടുന്ന സമയത്ത് അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പോൾ എന്താണ് ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് ചോദിച്ചാൽ, so in this series it is a series in which standard reduction potentials are arranged in the descending order. അപ്പോൾ ഇതാണ് എന്ത് നമ്മൾ പറയുന്ന ഈ ഇലക്ട്രോ കെമിക്കൽസ്. കുറേ മെറ്റൽസിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമ്മളിവിടെ തന്നിരിക്കുന്നത്. ഇതിൽ ലിഥിയം, പൊട്ടാസ്യം, കാൽഷ്യം, സോഡിയം, മെഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, കാഡ്മിയം, നിക്കൽ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, അയൺ, സിൽവർ, പ്ലാറ്റിനം, ദെൻ ക്ലോറിൻ, ഗോൾഡ്, ഫ്ലൂറിൻ. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഇലക്ട്രോ കെമിക്കൽസ് കുറേ ഇതിൽ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് എലമെൻറ്റ്സ് മാത്രമേ ഞാൻ ഇതിലിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇതാണ് എന്താ നമ്മളെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് 3 താഴോട്ട് വരുമ്പോഴും ഈ ഓരോ മെറ്റൽസിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സീരീസ് ഇൻ വിച്ച് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ദി ഡിസെൻഡിങ് ഓർഡർ. ദാറ്റ് ഈസ് ദ ഇൻക്രീസിങ് ഓർഡർ ഡൗൺ ദ ഗ്രൂപ്പ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലേ. ഇപ്പോൾ ഇവിടെ മോൾ നോക്കുന്ന സമയത്ത് എല്ലാം നെഗറ്റീവ് വാല്യൂസ് ആണ്, താഴെ വരുന്ന സമയത്ത് പോസിറ്റീവ് വാല്യൂസ് ആണ്. ഈ റെഡ് ദാറ്റ് ഈസ് അവർ ഹൈഡ്രജൻ. സോ ദിസ് ഇസ് നോൺ ആസ് അവർ SHE. നമ്മൾ ഓൾറെഡി സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പഠിച്ചില്ലേ, ആ SHE ആണ് ഇത്. അതിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ 0 ആണെന്ന് അവിടെ പഠിച്ചു. സോ ദിസ് ഈസ് അവർ 0. ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഒക്കെയാണ് 0 ആണ്. അപ്പോൾ ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എല്ലാം നമ്മൾ പറയുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ടേമിലാണ്. ഇവിടെ നമ്മൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന ടേം യൂസ് ചെയ്യില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ആർ യൂസിങ് ഓൺലി റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അതായത് 3 താഴോട്ട് വരുന്തോറും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. ലിഥിയത്തിന് ഏറ്റവും കുറവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും. നമ്മൾ ഫ്ലൂറിന് ഏറ്റവും കൂടുതൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. ഇത് കുറവും ഇത് കൂടുതലും ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ യൂസസ് എന്താണ്, എവിടേക്കാണ് ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസിൻ്റെ യൂസസ് വരുന്നതെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിനെ വെച്ചുകൊണ്ടാണ് നമ്മുടെ മൊത്തം മോഡ്യൂൾ, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ്, നമ്മുടെ മൊത്തം മോഡ്യൂളും ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എലമെൻറ്റിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഓക്സിഡേഷൻ ടെൻഡൻസി. അതിന് ഓക്സിഡേഷൻ ടെൻഡൻസി കൂടുതലായിരിക്കും. അതായത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അതേസമയം റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഒരു എലമെൻറ്റ് കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. അതായത് ഇലക്ട്രോണിനെ മേടിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അതിൻ്റെ അർത്ഥം നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു, നമ്മൾ ഡാനിയൽ സെല്ല് പഠിക്കുന്ന സമയത്ത് പറഞ്ഞു എപ്പോഴും ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആർക്കായിരിക്കും, ആനോഡിനായിരിക്കും. അതുപോലെ തന്നെ റിഡക്ഷൻ സംഭവിക്കുന്ന ആർക്കായിരിക്കും, കാഥോഡിനായിരിക്കും. അപ്പോൾ ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ള ഇവനൊക്കെ എന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ, ആനോഡായിട്ട് ആക്ട് ചെയ്യുള്ളൂ. ഇവരെല്ലാം എന്ത് ചെയ്യും, കാഥോഡായിട്ട് ആക്ട് ചെയ്യും അല്ലേ. നമ്മുടെ
ഇതാണ് നമ്മുടെ ഡാനിയൽസിൽ നമ്മൾ പഠിച്ചു അല്ലേ. സിങ്ക് ഇൻ സിങ്ക് സൾഫേറ്റ്, കോപ്പർ ഇൻ കോപ്പർ സൾഫേറ്റ്. അപ്പോൾ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു സിങ്ക് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു, കോപ്പർ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു. എന്താണ് റീസൺ അത് ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞു. സോ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പോൾ സിങ്കിന് എപ്പോഴും ആനോഡും കോപ്പറിന് കാഥോഡും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ നോക്കാം. സിങ്കിൻ്റെ വാല്യൂ എത്രയാണ്? 2 പ്ലസ് എത്രയാണ്? -0.76. അതേസമയം നമ്മൾ കോപ്പറിൻ്റെ വാല്യൂ എത്രയാണ്? +0.34. അപ്പോൾ ഇത് കൂടുതലല്ലേ, ഇത് കുറവല്ലേ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ സിങ്കിന് എന്താണ്? കുറവാണ്. സിങ്കിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവായതുകൊണ്ട് അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു. കോപ്പർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലായതുകൊണ്ട് നമ്മുടെ ഡാനിയൽ സെല്ലിൽ കോപ്പർ കാഥോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസ് വെച്ചുകൊണ്ട് എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെല്ല് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. അതിനു മുമ്പ് നമ്മൾ ഡാനിയൽ സെല്ല് പറഞ്ഞാൽ സിങ്കാണ്, കോപ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് സിങ്കും കോപ്പറും കൂടി കണക്ട് ചെയ്തിട്ട് ഒരു സെല്ല് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുക? നമ്മൾ പഠിച്ചു E = E കാഥോഡ് മൈനസ് E ആനോഡ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് കാഥോഡ് കോപ്പർ അല്ലേ, അതിൻ്റെ വാല്യൂ എത്രയാണ്? +0.34 മൈനസ് നമ്മൾ ആനോഡ്, ഇവിടെ ആനോഡ് ആരാ? സിങ്ക്. ആനോഡിൻ്റെ വാല്യൂ എത്രയാണ്? -0.76. അപ്പോൾ +0.34 മൈനസ് 0.76. അപ്പോൾ എത്ര നമുക്ക് ഔട്ട്പുട്ട് വാല്യൂ എത്ര കിട്ടും? 1.1 വോൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മളെ ഡാനിയൽ സെല്ലിൻ്റെ ഔട്ട്പുട്ട് വോൾട്ട് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? സോ ദിസ് ഈസ് ദ മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് അവർ ഇലക്ട്രോ കെമിക്കൽ സീരീസ്. ദെൻ ഇനി അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോക്കി പോവാം. സോ ഫസ്റ്റ് ആപ്ലിക്കേഷൻ റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽ. നമ്മൾ ഈ ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസ് വെച്ചുകൊണ്ട് ഒരു മെറ്റലിൻ്റെ റിയാക്ടിവിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. Electrode having negative value of electrode potential with respect to hydrogen have tendency to undergo oxidation. നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രജനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് വാല്യൂസ് ഉള്ള ഹൈഡ്രജൻ്റെ മുകളിലുള്ളവനൊക്കെ എന്തിന് ടെൻഡൻസി കൂടുതലായിരിക്കും? ഓക്സിഡേഷൻ നടക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ആനോഡായിട്ട് ആക്ട് ചെയ്യായിരിക്കും മാക്സിമം ചെയ്യുക. അതേസമയം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുതലുള്ളവനൊക്കെ എന്തിന് ടെൻഡൻസി കൂടുതലായിരിക്കും? റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും. അത് കാഥോഡായിട്ട് ആക്ട് ചെയ്യാണ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. ദെൻ സെക്കൻഡ് ആപ്ലിക്കേഷൻ, to predict whether a given metal will displace another from its solution. അതായത് നമ്മൾ a metal having lower electrode potential value will displace the metal having higher electrode value. എന്ന് വെച്ചാൽ അതായത് ഈ പറയുന്ന ഇവനുണ്ടല്ലോ നമ്മുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവുള്ള മെറ്റൽസ്, അവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളവനെ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്ത് കളയും. അപ്പോൾ നമ്മൾ കോപ്പർ എടുത്തിട്ട് നമ്മൾ സിങ്ക് എടുത്ത് കോപ്പർ സൾഫേറ്റ് ഇട്ടാൽ ഈ സിങ്ക് എന്ത് ചെയ്യും? കോപ്പർ സൾഫേറ്റുള്ള കോപ്പറിനെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് കളയും. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ നമ്മൾ കാഡ്മിയം എടുത്ത് നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഇട്ടാൽ എന്ത് ചെയ്യും? ഈ കാഡ്മിയം എന്ത് ചെയ്യും? ആ സൊല്യൂഷനിൽ നിന്നും സിൽവറിനെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് കളയും. കാരണം ഇവന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അവനെ തൂക്കി എവിടെ ഇടുക? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവാണ്, അവനെ തൂക്കി എവിടെ ഇടുകയാണ്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള ഇതിൽ ഇട്ട് വെച്ചാൽ ആ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളതിനെ അവനെന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യും. Example, zinc metal can displace copper from copper sulfate. Right. Then, metal having higher electrode potential can displace hydrogen from acid. So, this is an important point. This already previous year ചോദിച്ചൊരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു, നമ്മളൊരു ആസിഡ് എടുക്കുകയാണ്, ആസിഡിനകത്ത് ഒരു നെയിൽ ഇടുകയാണെന്ന് വിചാരിക്കുക. നെയിൽ എന്ന് വെച്ചാൽ ആണി അല്ലേ, ഇരുമ്പാണി ഇടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇതാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആണ്. എങ്ങനെയാണ് ആൻസർ പറയുക? അതായത് ഈ നെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ Fe അല്ലേ, എഫിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണ്? വാല്യൂ 0.077. അതായത് ഇവനെന്താണ്? വാല്യൂ കൂടുതൽ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അപ്പോൾ ഇവനെ തൂക്കി നമ്മൾ എവിടെ ഇടുകയാണ്? നമ്മുടെ ആസിഡിൽ ഇടുകയാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ഇടുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്യും? നമ്മുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ള അയൺ എന്ത് ചെയ്യും? ഇവനെ ഹൈഡ്രജനായിട്ട് എന്ത് ചെയ്യും? എക്സ്പെൽ ചെയ്ത് കളയുക ചെയ്യും. ആസിഡിൽ നിന്നും ഹൈഡ്രജനെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് കളയും. H2 ആയിട്ട് റിമൂവ് ചെയ്ത് കളയും. ഒരു ആണിനെ എടുത്ത് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇട്ടാൽ എന്ത് സംഭവിക്കും? അതിൽ പുക വരുന്നത് കാണാം. ആ പുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആണി ആ ഹൈഡ്രോക്ലോറിക് ആസിഡുള്ള ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് കളയുകയാണ്. അതേപോലെ നമ്മൾ ഒരു ആണി എടുത്ത് സൾഫ്യൂരിക് ആസിഡ് ഇടുക എന്ന് വെക്കുക. അപ്പോൾ ഈ ആണി എന്ത് ചെയ്യും? ആണി എന്ന് പറഞ്ഞാൽ അയൺ Fe, അവനെന്ത് ചെയ്യും? ഹൈഡ്രോക്ലോറിക് ആസിഡിലെ ഹൈഡ്രജനെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് കളയാൻ ചെയ്യും. അതിനുള്ള ഉത്തരം എന്താണ്? നമ്മുടെ അയണിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലാണ്. അപ്പോൾ കൂടുതലുള്ള അവനെ ഏത് ആസിഡിലിട്ടാലും അതിൻ്റെ അകത്തുള്ള ഹൈഡ്രജൻ അവനെന്ത് ചെയ്യും? റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുക. ഓക്കെ. ദെൻ തേർഡ് ആപ്ലിക്കേഷൻ,
corrosion. A metal having higher electrode potential value do not undergo corrosion. This is another important point. നമ്മൾ ഇലക്ട്രോകെമിക്കൽ കൊറോഷൻ എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ട്, ഫസ്റ്റ് മോഡ്യൂളിൻ്റെ സെക്കൻഡ് പാർട്ട് പഠിക്കുന്ന സമയത്ത് അവിടെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യും. നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് അവിടെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടുതലുള്ള എലമെന്റ് എന്ത് ചെയ്യില്ല, പെട്ടെന്ന് കൊറോഷൻ സംഭവിക്കില്ല, തുരുമ്പ് പിടിച്ച് പോകില്ല അല്ലേ. നമ്മൾ ജ്വൽസായിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെയാ, നമ്മൾ ഗോൾഡ് ജ്വൽസായിട്ട് ഉപയോഗിക്കും അല്ലേ. അതുപോലെ തന്നെ പ്ലാറ്റിനം നമ്മൾ ജ്വൽസായിട്ട് ഉപയോഗിക്കും. ഓക്കെ, അതുപോലെ സിൽവർ, നമ്മൾ സിൽവർ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ജ്വൽസായിട്ട് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ ഈ പറയുന്ന മെറ്റൽസ് മാത്രം നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട് ജ്വൽസായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് റീസൺ? ഓഫ് കോഴ്സ് അത് ഗ്ലിറ്ററിങ് ആണ്, അതുപോലെ തന്നെ മാലിബിലിറ്റി ഉണ്ട്, ഡക്റ്റിലിറ്റി, ഇതൊക്കെ ഉണ്ട് റീസൺ. പക്ഷേ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ നമ്മൾ കെമിസ്ട്രിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ദീസ് എലമെന്റ്സ് ഹാവിങ് ഹയർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, സോ ഇറ്റ് ഡസ് നോട്ട് അണ്ടർഗോ കൊറോഷൻ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളതുകൊണ്ട് നമ്മളെ സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ് ഈ 3 മെറ്റലിനും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതലുള്ളതുകൊണ്ട് ഇതെന്ത് സംഭവിക്കില്ല, കൊറോഷൻ പെട്ടെന്ന് സംഭവിക്കില്ല. സോ അതാണ് നമ്മൾ ഇതെല്ലാം മെയിനായിട്ട് ജ്വൽസായിട്ട് യൂസ് ചെയ്യാനുള്ള മറ്റൊരു റീസൺ. നമ്മൾ ഇരുമ്പോ അല്ലെങ്കിൽ വേറെ സിങ്കൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും ജ്വൽസായിട്ട് കയ്യിലോ കാതിലോ ഇട്ട് നടക്കില്ല. അതിനുള്ള കാരണം ഇതാണ്. നമ്മൾ കെമിസ്ട്രിയുടെ ടേംസിൽ പറയുകയാണെങ്കിൽ ഇതാണ് റീസൺ. ഓക്കെ, സോ ദാറ്റ് ഈസ് അനദർ അപ്ലിക്കേഷൻ, കൊറോഷൻ. ദെൻ using this electrochemical series we can predict the spontaneity of a redox reaction. റിഡോക്സ് റിയാക്ഷൻ എത്ര വേഗത്തിൽ നടക്കുന്നു എന്നുള്ളത് നമ്മൾ എന്തിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ എത്ര സ്പോണ്ടേനിയസ് ആയിട്ട് ഓണായിട്ട് നടക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ എന്തിൽ യൂസ് ചെയ്ത് പറയാം, ഇലക്ട്രോകെമിക്കൽ സീരീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം. ദെൻ പ്രഡിക്ഷൻ ഓഫ് ഫീസിബിലിറ്റി ഓഫ് സെൽ റിയാക്ഷൻ. ഒരു സെൽ റിയാക്ഷൻ എത്രത്തോളം ഈസി ആയിട്ട് എത്രത്തോളം ഫീസിബിളായിട്ട് നടക്കുന്നു എന്നുള്ളത് നമുക്ക് എന്ത് യൂസ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യാം, നമ്മുടെ ഇലക്ട്രോകെമിക്കൽ സീരീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ, കാൽക്കുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് EMF ഓഫ് എ ഗാൽവനിക് സെൽ ആൻഡ് റൈറ്റിംഗ് എ സെൽ റിയാക്ഷൻ. ഒരു സെല്ല് കയ്യിൽ കിട്ടിയാൽ ആ സെല്ലിൻ്റെ സെൽ റിയാക്ഷൻ എങ്ങനെ എഴുതണം. നമ്മൾ പറഞ്ഞു സെൽ റിയാക്ഷൻ എങ്ങനെ എഴുതുക, ആദ്യം ആനോഡ് എഴുതണം, പിന്നെ കാഥോഡ് എഴുതണം അല്ലേ. അപ്പോൾ ആനോഡ് ഏതാണ്, ഈ കാഥോഡ് ഏതാണ്, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പറഞ്ഞ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഈ റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് തന്ന സെല്ലിൽ ഏതാണ് ആനോഡ് കാഥോഡ് നമുക്ക് എഴുതാം. അതുപോലെ ഏതാണ് ആനോഡായിട്ട് എടുക്കുന്നത് ഏതാണ് കാഥോഡായിട്ട് എടുക്കുന്നത് നമുക്ക് എന്തിൽ നിന്ന് മനസ്സിലാക്കാം, ഈ ഇലക്ട്രോകെമിക്കൽ സീരീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻകംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ സിങ്ക് എടുത്തു, കോപ്പർ എടുത്തു, ഇത് രണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഡാനിയൽ സെൽ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം, ഈ കാഥോഡ് മൈനസ് ചെയ്യാനോ. അതല്ലാതെ നമുക്ക് എത്ര വേണമെങ്കിൽ സെല്ല് ഇത് യൂസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കാഡ്മിയം എടുക്കാം, കാഡ്മിയം സിൽവർ എടുക്കാം. കാഡ്മിയം സിൽവർ എടുത്ത് വെച്ചാൽ ആരായിരിക്കും ആനോഡ്, ആരായിരിക്കും കാഥോഡ്. കാഡ്മിയത്തിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവായതുകൊണ്ട് ഇവൻ ആനോഡായിട്ട് ആക്ട് ചെയ്യും, ഇവൻ കാഥോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ കാഡ്മിയം സിൽവറും വെച്ച് നമുക്കൊരു സെല്ല് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ട് എത്രയായിരിക്കും, കാഥോഡ് മൈനസ് ആനോഡ് അല്ലേ. 0.88 മൈനസ് 0.40 ചെയ്താൽ അതിൻ്റെ വാല്യൂ ആയിരിക്കും എന്ത്, ഈ സെല്ലിൻ്റെ ഔട്ട്പുട്ട്. വേണമെങ്കിൽ നമുക്ക് വേറൊരു സെല്ല് ക്രിയേറ്റ് ചെയ്യാം, നിക്കലും പ്ലാറ്റിനവും വെച്ച് ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിക്കൽ എന്തായിട്ട് ആക്ട് ചെയ്യും, നിക്കലിനെ നിക്കൽ സൾഫേറ്റ് സൊല്യൂഷനും പ്ലാറ്റിനം അതിൻ്റെ അക്യൂസ് സൊല്യൂഷനും നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ഒരു സെല്ല് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിക്കൽ എന്തായിട്ട് ആക്ട് ചെയ്യും, ആനോഡായിട്ട് ആക്ട് ചെയ്യും ബിക്കോസ് ഓഫ് ലോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. പ്ലാറ്റിനം വിൽ ആക്ട് ആസ് കാഥോഡ് ബിക്കോസ് ഓഫ് ഹൈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. സോ ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം എങ്ങനെ, ഇതേ മൈനസ് ഇത്. സോ ഇത് യൂസ് ചെയ്തുകൊണ്ട് എത്ര സെല്ല് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഇലക്ട്രോഡിൻ്റെ കേസ് നമ്മൾ പഠിച്ചു, 3 ഇലക്ട്രോഡ് പഠിച്ചു. ഓക്കെ, അതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പഠിച്ചു, ദെൻ അതേപോലെ തന്നെ കലോമിൽ ഇലക്ട്രോഡ് പഠിച്ചു. അപ്പോൾ നമ്മൾ കലോമിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ കലോമിൽ എന്തിനാണ് യൂസ് ചെയ്യുക, നമ്മൾ പറഞ്ഞു അൺനോൺ ആയിട്ടുള്ള ഒരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുക, കലോമൽ എടുക്കുക എന്ന് പറഞ്ഞു, കലോമൽ ഇലക്ട്രോഡ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് നമ്മുടെ കലോമൽ ഇലക്ട്രോഡ് അല്ലേ, ഇത് നമ്മുടെ സിങ്ക്, അതിൻ്റെയാണ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും കപ്പിൾ ചെയ്യുന്നു. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ്, ഇത് നമ്മുടെ അൺനോൺ ഇലക്ട്രോഡ്, രണ്ടും കൂടി കപ്പിൾ ചെയ്ത് ഒരു സെല്ല് കിട്ടി. അപ്പോൾ ഇവിടെ സിങ്ക് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ കലോമൽ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നുള്ള റീസൺ നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസ് പഠിക്കുമ്പോൾ പറയാമെന്ന് പറഞ്ഞു, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ കലോമലിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ എത്രയാണ്, ഇതാ 0.2422 ആണ്. അതേസമയം നമ്മൾ സിങ്കിൻ്റെ വാല്യൂ എത്രയാണ്, സിങ്കിൻ്റെ വാല്യൂ എത്രയാണ്, -0.76. അപ്പോൾ ഇത് വാല്യൂ കുറവല്ലേ, അതുകൊണ്ടാണ് ഇവിടെ സിങ്ക് ആനോഡായിട്ടും ഇവിടെ കാഥോഡായിട്ടും ആക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ?
അതേപോലെ നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പറഞ്ഞു അല്ലേ. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്തിനാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഓൾസോ യൂസ് ടു ഫൈൻഡ് ഔട്ട് ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് അൺനോൺ ഇലക്ട്രോഡ്. ഒരു അൺനോൺ ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഹൈഡ്രജൻ ഇലക്ട്രോഡും ഈ ലെഡും കൂടി നമ്മൾ കപ്പിൾ ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ ഈ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇവന് 0 ആണോ മൈനസ് ആണോ വാല്യൂ കൂടുതൽ? 0 അല്ലേ. അപ്പോൾ ഇവൻ എന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡായിട്ട് ആക്ട് ചെയ്യും. ഇവൻ ആനോഡായിട്ട് ആക്ട് ചെയ്യും. ലെഡും നമ്മൾ ഹൈഡ്രജൻ ഇലക്ട്രോഡും കൂടി കപ്പിൾ ചെയ്താൽ. ഇനി അതേസമയം ഹൈഡ്രജനും കോപ്പറും കൂടി ഒന്ന് കപ്പിൾ ചെയ്ത് നോക്കിയേ. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇവനെ വാല്യൂ കുറവാണ് അല്ലേ. അപ്പോൾ ഇവൻ ആനോഡായിട്ട് ആക്ട് ചെയ്യും. ഇവൻ കാഥോഡായിട്ട്, കോപ്പർ കാഥോഡായിട്ട് ആക്ട് ചെയ്യും. അതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഹൈഡ്രജൻ SHE പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു SHE ഈസ് റിവേഴ്സിബിൾ ഇലക്ട്രോഡ്. അവൻ ആനോഡായിട്ട് ആക്ട് ചെയ്യാം, കാഥോഡായിട്ടും ആക്ട് ചെയ്യാം. ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി മെറ്റൽ വിത്ത് വിച്ച് ഇറ്റ് ഈസ് കപ്പിൾഡ് അല്ലേ. ഇവനുമായിട്ട് കപ്പിൾ ചെയ്യും. ഇതിന് മുകളിലുള്ള ആരുമായിട്ട് കപ്പിൾ ചെയ്താലും ഇവൻ എപ്പോഴും എന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ? കാഥോഡായിട്ടും. ഇവന്മാരൊക്കെ ആനോഡായിട്ട് ആക്ട് ചെയ്യുള്ളൂ. അതേസമയം ഇവൻ്റെ കീഴിലുള്ള ഇവന്മാരൊക്കെ കപ്പിൾ ചെയ്യുന്ന സമയത്ത് കോപ്പർ, അയൺ, സിൽവർ, പ്ലാറ്റിനം ആരുമായിട്ട് കപ്പിൾ ചെയ്താലും ഇവൻ നമ്മുടെ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്തായിട്ട് ആക്ട് ചെയ്യുള്ളൂ? നമ്മുടെ ആനോഡായിട്ടും ബാക്കിയുള്ളത് കാഥോഡായിട്ട് എന്ത് ചെയ്യുള്ളൂ? ആക്ട് ചെയ്യും. ഓക്കെ. സോ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. മാക്സിമം നോട്ട്സ് എല്ലാവരും എഴുതുക. മാക്സിമം എല്ലാവരും എല്ലാ നോട്ട്സും മാക്സിമം കവർ ചെയ്യുക. ഓക്കെ. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമ്മൾ +1 +2 ജസ്റ്റ് ഒരു ഇൻട്രോ കൊടുത്ത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ +1 +2 നമ്മൾ ചെയ്തിട്ടുണ്ടാകും. ടൈട്രേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടാകും അല്ലേ. ടൈട്രേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ബ്യൂററ്റിൽ ഒരു ആസിഡ് എടുക്കും അല്ലേ. ദെൻ പിപ്പറ്റ്, ഒരു ബേസ് നമ്മൾ പിപ്പറ്റ് ചെയ്യും. ഒരു കോണിക്കൽ ഫ്ലാസ്കിലോട്ട് പിപ്പറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യും. മീഥൈൽ, ഓറഞ്ച് അല്ലെങ്കിൽ ഫിനോഫ്തൈൽ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യും. ദെൻ നമ്മൾ രണ്ടും കൂടി ടൈറ്റേറ്റ് ചെയ്യും. ടൈറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കളർ ചേഞ്ച് കിട്ടും അല്ലേ. അതായത് പിങ്ക് ഡിസപ്പിയർ ആകുന്ന കളർ, അല്ലെങ്കിൽ മീഥൈൽ ഓറഞ്ച് ഗോൾഡൻ യെല്ലോ റെഡായിട്ട് മാറുന്ന കളർ. സോ ഈ കളർ ചേഞ്ചിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ സൊല്യൂഷനകത്ത് എത്ര നോർമാലിറ്റി ആയ സൊല്യൂഷൻ്റെ നോർമാലിറ്റി എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ നോർമാലിറ്റി വെച്ചുകൊണ്ട് ആ സൊല്യൂഷനിൽ എത്രത്തോളം സബ്സ്റ്റൻസ് ഉണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ ഇത് എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ മെത്തേഡാണ്. പക്ഷേ നമ്മൾ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ആദ്യം ടൈട്രേഷൻ എന്തിനാണ് ചെയ്യുന്നത്? ടു ഫൈൻഡ് ഔട്ട് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പ്രസൻറ്റ് ഇൻ എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ എത്രത്തോളം സബ്സ്റ്റൻസ് ഉണ്ട്. നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എടുത്താൽ ആ സൊല്യൂഷൻ്റെ അകത്ത് 1 ലിറ്റർ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എടുത്താൽ ആ 1 ലിറ്റർ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനകത്ത് എത്ര സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ട് അല്ലേ. അതുപോലെ നമ്മൾ ഒരു 1 ലിറ്റർ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്താൽ, അല്ലെങ്കിൽ 250 ml ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്താൽ ആ 250 ml ഹൈഡ്രോക്ലോറിക് ആസിഡിനകത്ത് എത്ര ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്, മോളിക്യൂൾസ് ഉണ്ട് എന്നാണ് നമ്മൾ ടൈട്രേഷനിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. സോ നമ്മൾ ഈ നേരത്തെ +1 +2 നമ്മൾ ചെയ്തതെല്ലാം ഒരു ക്ലാസിക്കൽ വേ ഓഫ് ഡിറ്റർമിനേഷൻ ആണ്. അതായത് നമ്മൾ ആസിഡ് ബേസ്ഡ് ടൈട്രേഷനൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ടാണ്. ഇൻഡിക്കേറ്റർ കളർ ചേഞ്ച് അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന പോലെ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ EMF. ഔട്ട്പുട്ട് വോൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ സബ്സ്റ്റൻസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ +1 +2 ആ ടൈട്രേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പൊട്ടൻഷ്യോമെട്രിക് ടൈട്രേഷൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ. ടിൽ ദെൻ ബൈ.